ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ആര്യവേപ്പിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം വേണ്ട സോപ്പ് ബേസ്, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ ഇത് ഗ്ലിസറിൻ, പിന്നെ ഇത് എസൻഷ്യൽ ഓയിലാണ്. ഇത് ഏതിൻ്റെതാണ്? ലെമൺ ഗ്രാസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ആദ്യം നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാമേ. നമ്മൾ ഇത് അരിച്ചെടുത്താൽ അതിൻ്റെ ലിക്വിഡ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സോപ്പ് ബേസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി എടുക്കണം. അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മെൽറ്റാക്കി ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റാക്കി എടുക്കുന്നത്. സോപ്പ് ബേസ് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ സോപ്പ് ബേസ് പതുക്കെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇത് ചൂട് ആയാൽ മതി, അപ്പോഴത്തേക്കും തന്നെ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ മെൽറ്റായി വരുന്ന നേരം കൊണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, അതിലോട്ട് നമുക്ക് ഈ ഗ്ലിസറിനും നമ്മൾ എസൻഷ്യൽ ഓയിലുണ്ടല്ലോ സ്മെല്ലിന് വേണ്ടി ചേർക്കണം, ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്ത് വയ്ക്കാം. ഈ എസൻഷ്യൽ ഓയിലാണ്, അത് ഒരു 1.5 സ്പൂണെങ്കിലും ഒഴിക്കണം. കാരണം ഈ ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഈ ആര്യവേപ്പ് ഇലയുടെ സ്മെല്ലൊരു വല്ലാത്ത സ്മെല്ലല്ലേ, അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചത്. അതൊരു 1.5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിൻ ഒഴിക്കാം. ഗ്ലിസറിന് നമുക്കൊരു 1.5 സ്പൂൺ, ഒരു 2 സ്പൂണെങ്കിലും ഒഴിക്കാം. സോപ്പ് ബേസ് ഗ്ലിസറിൻ ബേസ് ആണ്, എന്നാലും ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതല്ലേ, അപ്പോൾ ഒരു 2 സ്പൂൺ ഇരിക്കട്ടെ. ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് നമ്മൾ മേടിച്ചത്. ഇതൊരു 3 ക്യാപ്സൂളിൽ പൊട്ടിച്ചൊഴിക്കണം. നമ്മൾ ഓയിലിൽ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ ക്യാപ്സൂളാണ് മേടിച്ചത്. അതൊരു 3 എണ്ണം മതിയാവും, ഒരു 3 എണ്ണം ഒഴിച്ചാൽ മതി. അതുകൊണ്ട് സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഈ ആഡ് ചെയ്ത് വെച്ച അത് ഒഴിച്ചു കൊടുക്കാം. ആ ലിക്വിഡ് ഒഴിക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടൊരു 2 സെക്കൻഡ് നമ്മൾ ഇളക്കണം കേട്ടോ. 2 സെക്കൻഡ് മതി, അതെല്ലാം കൂടെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് 2 സെക്കൻഡ് അതിങ്ങനെ ഇളക്കണം. അപ്പോൾ ഇതൊരു 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കാം. ഇതിപ്പോൾ നമ്മളിനി അത് സോപ്പ് മോൾഡിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. നല്ല പച്ച കളറായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരണം. നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കാമേ. നല്ല പച്ച കളറാണ്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളെ സോപ്പിൻ്റെ ഇത്. നമുക്കിത് 4 സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന മോൾഡേ നമ്മളെ കയ്യിലുള്ളൂ. ഇത് 4 എണ്ണം. നമുക്കിനി ഇതിൻ്റെ ഈ സോപ്പ് ബേസിൽ നമ്മൾ ഒഴിച്ചു, അപ്പോൾ അതിലിങ്ങനെ കുറച്ച് പത പോലെയുണ്ട്. ആ പത പോലെയുള്ളത് നമുക്ക് മാറ്റാം. പത കണക്കിരുന്നാലത് സോപ്പ് സെറ്റ് ആകുമ്പോഴത്തേക്കും കാണാനൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ നമുക്ക് ആ പത പോലെയുള്ളത് എല്ലാ സോപ്പിൽ നിന്നും അത് മാറ്റിയെടുക്കാം. ഈ സോപ്പ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് സോപ്പ് സെറ്റ് ചെയ്യാൻ വെക്കാം. മാക്സിമം ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്ക് സെറ്റായിട്ട് കാണാം സോപ്പ് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഇളക്കി എടുക്കുകയാണ്.
നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോപ്പ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉറപ്പും കട്ടിയൊക്കെ ഉണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് സോപ്പ്. നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് നമ്മൾ അലോവേരയിൽ ഉണ്ടാക്കിയൊരു സോപ്പാണ്. അലോവേരയും പച്ചരിയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സോപ്പാണ്. ഇതുണ്ടാക്കി നമ്മൾ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ഇതാണ്, നല്ല പതയൊക്കെ ഉണ്ട്. നല്ല സോപ്പാണ്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നല്ല സോപ്പാണ്. ഇത് നമ്മൾ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് വന്നതാണ്. ഇത് പതയും ലാസ്റ്റ് കുറച്ച് വന്ന സോപ്പാണ്. ഇത് നമുക്ക് പതപ്പിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല പതയുണ്ട് സോപ്പിന്. നല്ല സൂപ്പറായിട്ടുണ്ട് പത. നല്ല പതയുള്ള സോപ്പാണ്. നല്ല പതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ സോപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.